അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഇസ്തിഖാറത്ത് നിസ്കാരത്ത് വിഷയത്തിൽ പഠിക്കുക. സ്വലാത്തുൽ ഇസ്തിഖാറത്ത് നിസ്കാര ചെല്ലോ നിസ്കാരമുണ്ടോ, അത് നിസ്കരിക്കാനായത് എത്ര റക്അത്ത് എന്ത് വേനായിട്ട് നിസ്കരിക്കണോ ആ വിഷയത്തിലായിട്ട് ഈ വീഡിയോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ തുസന്നു റക്അത്ത് അൽ ഇസ്തിഖാറത്ത് നിസ്കാര അത് 2 റക്അത്തായിട്ട് അമാമ കുല്ലി ഖൈറിൻ യുരീദുഹു. ഒരാൾ ഖൈറായ നല്ലൊരു സ്വറാക്ക് കൊണ്ട് വിചാരിച്ചിട്ട് എന്നെങ്കിൽ ആൾ ഇസ്തിഖാറത്ത് നിസ്കരിക്കണം. അപ്പോൾ ഖൈർ ഉദ്ദേശിച്ച ടൈമിലോ നല്ലത് വിചാരിച്ച ടൈമിലോ ആയിട്ടിക്കൽ ഇസ്തിഖാറത്ത് നിസ്കാരം നിസ്കരിക്കാനായത്. ഫയഖ്റഉ ഫീഹിമൽ കാഫിറൂന വൽ ഇഖ്ലാസ്. ഇനി ഇസ്തിഖാറത്ത് നിസ്കാര 2 റക്അത്ത് അത് നിസ്കരിക്കുമ്പോഴത്തേക്കും സ്വലാത്തുൽ ഇസ്തിഖാറത്ത് ചെന്നിട്ട് നിയത്ത് വെക്കണം. സ്വലാത്തുൽ ഇസ്തിഖാറത്ത് ചെല്ല സുന്നത്ത് നിസ്കാര അള്ളാഹു തആലാക്ക് വേനായിട്ട് ഞാൻ നിസ്കരിക്കട്ടെ നിയത്ത് വെച്ചിട്ട് കൈ കെട്ടിയിട്ട് വജ്ജഹത്ത് ഓത, ഫാത്തിഹ ഓത, അതിൽ പിന്നെ സൂറത്ത് കുൽ യാ അയ്യുഹൽ കാഫിറൂന ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ ആ സൂറത്ത് ഫുൾ ഓത ഫസ്റ്റ് റക്അത്തിൽ. ആ സൂറത്ത് തീർന്നാൽ പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. കുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ഈ സൂറത്തും. അപ്പോൾ ഫസ്റ്റ് റക്അത്തിൽ 2 സൂറത്തും ഓതണം. കുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഓതണം, കുൽ ഹുവല്ലാഹു അഹദ് ഈ സൂറത്തും ഓതണം. ഓക്കെ, അങ്ങനെ 1 റക്അത്ത് തിരിച്ച്. ഇനി 2ാമത്തെ റക്അത്ത് കിഞ്ചിത്ത് 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിട്ട് ഫാത്തിഹ ഓതിട്ടാൽ പിന്നെ അതേ പലമേ ഫസ്റ്റ് റക്അത്തിൽ ഓതിയ പലമേ കുൽ യാ അയ്യുഹൽ കാഫിറൂന ആ സൂറത്ത് ഓതണം. അതിൽ പിന്നെ പാടെ കുൽ ഹുവല്ലാഹു അഹദ് ആ സൂറത്ത് ഓതണം. അപ്പോൾ ചുരുക്കത്തിൽ ചെല്ലണ്ടായെങ്കിൽ ഇസ്തിഖാറത്ത് നിസ്കാരത്തിൽ 2 റക്അത്ത് നിസ്കാര 2 റക്അത്തിലും 2 സൂറത്ത് ഓതണം. ഫസ്റ്റ് റക്അത്തിലും കുൽ യാ അയ്യുഹൽ കാഫിറൂനയും കുൽ ഹുവല്ലാഹു അഹദും, 2ാമത്തെ റക്അത്തിലും കുൽ യാ അയ്യുഹൽ കാഫിറൂനയും കുൽ ഹുവല്ലാഹു അഹദും. ഇങ്ങനെ 2 സൂറത്തായിട്ട് ഓതനായത്. ഓതിട്ട് നിസ്കാരമുള്ള തീർന്നാൽ പിന്നെ ഫൈദാ ഫറഗ മിൻഹ ദഅ അല്ലാഹ മുസ്തഖീറൻ. ഇനി നിസ്കരിച്ചിട്ടെല്ലാം ആയാൽ പിന്നെ ഖൈർ ഗബേനായിട്ട് അള്ളാഹുടെ ഒട്ടിക്ക് എന്താക്കണോ ദുആ ഇറക്കണം. ഓക്കെ, അങ്ങനെ ദുആ ഇറന്നിട്ടാകുമ്പോഴത്തേക്കും ഞങ്ങൾ എന്തൊരു സ്വറ ഉദ്ദേശിച്ചിരമാ ആ സ്വറ ഖൈർ ഉണ്ടായെങ്കിൽ അള്ളാഹുടെ ഭാഗത്തിലേക്ക് ഖൈർ ഉണ്ടായെങ്കിൽ ആ ഉദ്ദേശിച്ച സ്വറ സക്സസ് ആവും. ചിലപ്പോൾ ആ ഞങ്ങൾ ഉദ്ദേശിച്ച വിഷയ ഖൈർ അല്ലാണ്ടായെങ്കിൽ അത് അവിടേക്ക് പൊട്ടിപ്പോവും. ചെന്നെങ്കിൽ ആ സ്വറ സക്സസ് ആവല. ഇതായിട്ടിക്കട് ഇസ്തിഖാറത്ത് കൊണ്ടുള്ള ഉദ്ദേശം. അതുകൊണ്ടിട്ട് ഇസ്തിഖാറത്ത് എന്തെങ്കിലും ഖൈർ ഉദ്ദേശിച്ച ടൈമിലും ഞങ്ങൾ എന്താക്കുക നിസ്കരിക്കുക. നിസ്കരിച്ചിട്ട് കുറേ ആൾമാരുള്ളവർ എന്തിരെ അങ്ങ് വിചാരിച്ചതുപോലെ ആയിട്ട് പോകണം. അങ്ങനെ എന്തെങ്കിലും ഒന്ന് വിചാരിച്ചെങ്കിൽ അതാക്കിയാണ്ടേ പോകണം. പിന്നെ ഉദാഹരണക്ക് ഒരു ബിസിനസ് ആവട്ടെ, ഗൾഫ് വിദേശത്ത് പോകണ്ടാവട്ടെ, ബാക്കി എന്തെങ്കിലും വിഷയത്തിൽ ഇസ്തിഖാറത്ത് നിസ്കാരം നിസ്കരിക്കലില്ല. പിന്നെ എന്താക്കൽ ഡയറക്റ്റ് അങ്ങ് ആക്കിയതാക്കിയാൽ പോകണ്ട. ലാസ്റ്റ് ഒരു ಅಂಗಡಿ ഓപ്പൺ ആക്കിത്ത് അതിൽ ബർക്കത്തില്ല, അത് ബാണ്യ വന്നില്ല, ബന്ധാക്കിത്ത്. ಇದಕ್ಕೆಲ್ಲ ಬೇನಾയിട്ടായിട്ടിക്കട് ഈ ഇസ്തിഖാറത്ത് നിസ്കാരം ഉള്ളത്. അതുകൊണ്ടിട്ട് നല്ല വിഷയമാണെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടായെങ്കിൽ അവിടെ ഞങ്ങൾ ഇസ്തിഖാറത്ത് നിസ്കാരം നിസ്കരിക്കണം. നിസ്കരിച്ചിട്ട് അള്ളാഹുടൊട്ട് ദുആ ഇറക്കണം. ഖൈറായ എത്തുപാട് റഹ്മാനേ ഇത് ഖൈറാണെങ്കിൽ ഖൈറാനിൽക്ക് എനിക്ക് ഫതഹാക്കി താ അല്ലാ. ഇല്ലണ്ടായെങ്കിൽ ഫസ്റ്റിಗೆ ഞങ്ങൾ
അത് ഹൈറല്ലണ്ടായെങ്കിൽ അള്ളാഹു എന്താക്കും ചിലപ്പോൾ ആ സ്വറ ആക്കുക വിടല്ല ഞങ്ങൾ വിട്ടുക അങ്ങനെ വിട്ടില്ലണ്ടായെങ്കിൽ ഞങ്ങൾക്ക് ബിസിനസ് കിട്ടുന്ന പൈസ ഒഴിഞ്ഞിട്ട് ഈ നിലയ്ക്കെല്ലാം ഞങ്ങൾക്ക് കുറേ അതിൽ ബെനിഫിറ്റ് കിട്ടും. അതുകൊണ്ടിട്ട് എല്ലാ മുഅ്മിനീങ്ങളും പ്രത്യേകിച്ചിട്ട് എല്ലാ ഹൈറായ വിഷയത്തേക്ക് പുറത്തോടിക്കുമെന്നുള്ളൂ ഇസ്തിഖാറത്ത് ചെല്ലുക. ആ ജൻറക്കാത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചിട്ട് അള്ളാഹുടൊട്ടുക്ക് ദ്വാർന്നിട്ട് പിന്നെ ആയിട്ടിക്കറോ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചിരാറ ആ സ്വർത്ത് കീലിരത് അങ്ങനെ ഉണ്ടായെങ്കിൽ അള്ളാഹു അത് ഹൈറുണ്ടുണ്ടായെങ്കിൽ അത് വിജയിപ്പിക്കൂ. ഇനി അതിൽ ഷെറുണ്ടുണ്ടായെങ്കിൽ അത് ചിലപ്പോൾ അള്ളാഹു തുടക്കത്തിൽ അത് അങ്ങനത്തെ ഒരു സ്വറ ആക്കുള്ളൊരു ചാൻസ് തരല്ല. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ലതുപോലെ അള്ളാഹു ചെന്നതനുസരിച്ചിട്ട് ജീവിച്ച് മരിക്കുകയുള്ള തൗഫീക്ക് അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.